ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് വളരെയധികം സന്തോഷമുണ്ട്. വേറെ ഒന്നുമല്ല, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അതുകൂടാതെ തന്നെ എൻ്റെ കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹം കൂടി ഞാൻ സാധിച്ചിട്ടുണ്ട്. അത് നമുക്ക് വഴിയെ പറയാം. അങ്ങനെ രാവിലെ നമ്മൾ അമ്പലത്തിൽ പോയി, അതും ഇന്ത്യന്നൂർ അമ്പലത്തിലാണ് കേട്ടോ പോയത്. പിന്നെ നമ്മൾ അവിടെ പോയി ചീട്ടൊക്കെ ആക്കി, പിന്നെ അവിടുത്തെ പ്രസാദമാണ് നമ്മൾ മേടിച്ച് വീട്ടിലെത്തി പാടൻ്റെ അമ്മേൻ്റെ സ്പെഷ്യൽ ഗുലാബ് ജാം അമ്മ ഉണ്ടാക്കി തന്നു. അതിനുശേഷം പിന്നെ നൈറ്റ് നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്നുള്ള പ്ലാനായിരുന്നു. അങ്ങനെ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മളവിടെ ഇരിക്കുമ്പോഴാണ് ചേച്ചീൻ്റെ ഏട്ടൻ്റെയും വക കേക്കും ഡ്രസ്സൊക്കെ ആയിട്ട് അവർ വരണം. ഞാൻ ഇട്ടിട്ടുള്ള ഡ്രസ്സ് അമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ രണ്ടാമത്തെ ചേച്ചി എനിക്കൊരു ബാഗ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കേക്കും പിന്നെ വേറൊരു ഡ്രസ്സും കൂടി ചേച്ചി ഏട്ടനും കൂടിയാണ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത്. താങ്ക് യു സോ മച്ച് എല്ലാവരോടും. അപ്പോൾ നമ്മുടെ സ്റ്റോറിയൊക്കെ കാണുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അറിയാം, ബർത്ത്ഡേ കഴിഞ്ഞു, ഇന്നലെ ആയിരുന്നു. ബട്ട് നമ്മൾ ഇന്നാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കുന്നത്. എന്തായാലും ഞാൻ വളരെയധികം ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ, കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു ജ്വല്ലറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. ബിക്കോസ് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഈ ക്രാഫ്റ്റ് ഫീൽഡിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഈ ഒരു സംഭവം ഇത്രയും അടിപൊളിയാണെന്നുള്ളത് ഞാൻ അറിഞ്ഞത്. ഓരോ ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് ഭയങ്കര രസമാണെന്നുള്ളത് ഞാൻ അപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനെ ഞാൻ ജ്വല്ലറി ബിസിനസ്സും എൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കി ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയട്ടോ. പിന്നെ ഫുഡൊക്കെ എത്തി, നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ നമ്മൾ കേക്ക് അവിടെയുള്ള സ്റ്റാഫിന് എല്ലാവർക്കും കൊടുത്തു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.